ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരണം പൂർത്തിയായി. 2 ദിവസം കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കിയത്. ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലെ മെറ്റലർജിക്കൽ ലാബിലേക്ക് അയക്കുമെന്നാണ് വിവരം. ഭാമ അറ്റോമിക് റിസർച്ച് സെന്ററിലും പരിശോധന നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ശ്രീകോവിലെ കട്ടളപ്പാളി, ദ്വാരപാലക ശില്പം, തൂണുകൾ എന്നിവയുടെ സാമ്പിളുകളാണ് പാളികൾ ഇളക്കി മാറ്റി ശേഖരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ അളവിൽ ഇക്കുറി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പാളികളിലെ സ്വർണത്തിന്റെ അളവിന് പുറമെ പാളികളുടെ കാലപ്പഴക്കം കൂടി നിർണ്ണയിക്കാനാണ് പരിശോധന നടത്തുന്നത്. ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ ഗോൾഡ് അസസ്മെന്റ് സംഘവും പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. സന്നിധാനത്തെ പ്രത്യേക മുറിയിലാണ് ഇളക്കി മാറ്റിയ പാളികൾ സൂക്ഷിച്ചത്. പാളികൾ ഇന്നലെ തന്നെ തിരികെ ഘടിപ്പിച്ചു. നേരത്തെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചിരുന്നുവെങ്കിലും VSSC റിപ്പോർട്ടിൽ വ്യക്തതയില്ലായിരുന്നു. ഇതോടെയാണ് ഹൈക്കോടതി അനുമതിയോടെ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരണം പൂർത്തിയായി എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ശേഖരിച്ച സാമ്പിളുകളൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. ജംഷഡ്പൂരിലെ മെറ്റലർജിക്കൽ ലാബിലേക്കാണ് ഈ ഒരു ശേഖരിച്ച സാമ്പിളുകളെല്ലാം അയക്കുന്നത്. ഭാമ അറ്റോമിക് റിസർച്ച് സെന്ററിലും പരിശോധന നടത്തിയേക്കുമെന്നൊരു സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ശ്രീകോവിലെ കട്ടളപ്പാളി, ദ്വാരപാലക ശില്പം, തൂണുകൾ, ഇത്രയും ഭാഗങ്ങളിലെ സാമ്പിളുകളാണ് പാളികൾ ഇളക്കി മാറ്റിയതിന് ശേഷം ശേഖരിച്ചെടുത്തത്. ഇതാണ് ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ അളവിലാണ് ഇക്കുറി സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുള്ളത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ അളവിൽ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. പാളികളിലെ സ്വർണത്തിൻ്റെ അളവിന് പുറമെ പാളികളുടെ കാലപ്പഴക്കം കൂടി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം തന്നെ. ലീഗൽ മെട്രോളജി വിഭാഗത്തിൻ്റെ ഗോൾഡ് അസസ്മെന്റ് സംഘവും ഒക്കെ ഈ ഒരു പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. സന്നിധാനത്തെ പ്രത്യേക മുറിയിലാണ് ഇത്തരത്തിൽ ഇളക്കി മാറ്റിയ പാളികൾ സൂക്ഷിച്ചിരുന്നത്. പാളികൾ ഇന്നലെ തന്നെ തിരികെ ഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു എങ്കിലും VSSC റിപ്പോർട്ടിൽ വ്യക്തതയില്ലായിരുന്നു. ഇതോടെയാണ് ഹൈക്കോടതി അനുമതിയോടെ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ ഒരു ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പരിശോധനയൊക്കെ അളവ് ശേഖരിക്കുന്നതൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരണം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലെ മെറ്റലർജിക്കൽ ലാബിലേക്കാണ് അയക്കുന്നത്. ഭാമ അറ്റോമിക് റിസർച്ച് സെന്ററിലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയേക്കുമെന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഈ ഒരു പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക.